നമസ്കാരം സാർ. ഇത് കാസർഗോഡ് ചൂരി തണ്ണിക്കവ് എന്ന് പറയും. ഇത് ചൂരി തണ്ണിക്കവ് മെയ്പിരിന്റെയും പിന്നെ ഈ നമ്മളെ മധൂർ പഞ്ചായത്തിൽ പെട്ട ജാഗയാണ് ഈ ജാഗ. ഇത് പള്ളി ചൂരി തണ്ണിക്കവ പള്ളി. ഇത് പ്രശ്നങ്ങൾ ഇതാണ് വെള്ളത്തിൻ്റെതാ. ഈ വെള്ളത്തിന്റെ പ്രശ്നം ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്നത്, ആശുപത്രിന്റെ വെള്ളം വരുന്നത്, ഇത് പുതിയ ബസ് സ്റ്റാൻഡിന്റെ പിന്നെ വെള്ളം വരുന്നത്, കാസർഗോഡ് ഏകദേശമുള്ള സ്ഥലത്തിന്റെ വെള്ളം ഇതിലെ പൊടി വരുന്നുണ്ട്. ഇപ്പൊ ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം മുനിസിപ്പാലിറ്റിക്കാർ നിങ്ങൾ എടുക്കണേ പോകണം. കാരണം മധൂർ പഞ്ചായത്തിൽ നിന്ന് വരുന്ന വെള്ളം അല്ല ഇത്, മധൂർ പഞ്ചായത്തിലേക്ക് വന്നിട്ട് പോകുന്നത് ഇവിടെ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സംവിധാനം മുനിസിപ്പാലിറ്റി അധികാരികൾ, കുറെ അധികാരികൾ വന്ന് നോക്കിയിട്ട് പോയി. കാരണം ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. 10, 60, 70 പേരെ ഈ സൈഡ് കംപ്ലീറ്റ് 10, 60, 70 പേർക്ക് കിണറുണ്ട്, ബോറല്ല. ഈ കിണറ്റിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം. കുറെ ആള് 1.5 കൊല്ലം 2 കൊല്ലമായി ഏകദേശം പറയുന്നത്. മഴക്കാലത്ത് സാരല്ല, ഒഴിറ്റ് പോവുക. അത് മഴക്കാലത്ത് എങ്ങനെ വെള്ളം വരും? പിന്നെ ഈ കിണറ്റിലേക്ക് ഈ ചളി വെള്ളം കൊതു ഉച്ചിട്ട് പറ്റ മലേറിയ, ന്യൂമോണിയ, പനി പറ്റ പുള്ളിരിക്കല്ലോ, അറിയോ? അപ്പൊ നിങ്ങൾ അതിനുള്ള ബന്ധവസ്ഥ എന്തെങ്കിലും ഉടനെ ചെയ്യണം. മധൂർ പഞ്ചായത്തിന് അധികാരം, നിങ്ങൾ മധൂർ പഞ്ചായത്തിലാണ് ഇപ്പൊ ഉള്ളത്. വരുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആശുപത്രിന്റെ പിന്നെ പുതിയ ബസ് സ്റ്റാൻഡിന് കംപ്ലീറ്റ് കാസർഗോഡ് ഏകദേശമുള്ള വെള്ളം, ഗട്ടറിന്റെ വെള്ളം പറ്റ വരുന്നകള്. അപ്പൊ മധൂർ പഞ്ചായത്ത് ഇതിന് ഇടപെട്ടിട്ട് നിങ്ങൾ ഇതിന് എന്ത് വേണമെന്ന് നിങ്ങൾ രണ്ട് മധൂർ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടിയിട്ട് ഇതിന് സംവിധാനം ചെയ്യണം. ഇല്ലാൻ കാരണം എന്താ പറയുക, ആൾക്കാർക്ക് മലേറിയ, ന്യൂമോണിയ പറ്റ പിടിച്ചത് ആ സൈഡ് വെള്ളം ഒന്നും വരുന്നില്ല. ഇത് മധൂർ പഞ്ചായത്ത് അങ്ങനെ വരുന്നില്ല. അങ്ങനെ വരുന്ന വെള്ളമല്ല, വീടിന് വരുന്ന വെള്ളമാണ്, മുനിസിപ്പാലിറ്റിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പൊ ഇതിന്റെ പ്രശ്നം. ഇത് മധൂർ പഞ്ചായത്തുകാർ ഇടപെടണം, മുനിസിപ്പാലിറ്റിയും ഇടപെടണം. ഓക്കെ, ഇതിനുള്ള സംവിധാനം ഉടനെ ചെയ്യണം. ഭയങ്കര ഡേഞ്ചറാണ്. നോക്കതാ ഇതെന്ത് പറയുന്നത്, ഇങ്ങോട്ട് പറ. അതിലുള്ള കൊതുണ്ട, കൊതുവിന്റെ മുട്ട. ഈ രോഗം ഇത് പോരെന്ന്, ഈ രോഗം പിടിക്കാൻ ജനങ്ങൾക്ക് വേറെന്തുമാണ് പറഞ്ഞ ഒട്ടനെ ഇതിനുള്ള സംവിധാനം ചെയ്യണതാ. ഇത് ടൗൺ, ഇതേ ചൂരി പള്ളി, ടൗണ്, ഇത് പാലം. പറഞ്ഞ പിന്നെ സാറേ, ഇതിനു മുമ്പേ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കുറെ പ്രസിഡന്റുമാർ മാറി, സെക്രട്ടറി മാറിയിട്ടുണ്ട്. മുമ്പത്തെ പ്രശ്നമല്ല. ഇപ്പൊ പുതിയ തലമുറയിൽ ആരുണ്ട്? ഇതിനുള്ള പരിഹാരം കാണണം. ഇതിനു മുമ്പ് ഒരുപാട് വർഷമായി ഇതിന്റെ പ്രശ്നങ്ങൾ പറയുന്നുള്ളത്. ഇതിനു മുമ്പ് ഒരു പരിഹാരം കണ്ടിട്ടില്ല. അപ്പൊ ഇനി നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാല് മധൂർ പഞ്ചായത്ത് അധികാരികളും നിങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റി അധികാരികളും നിങ്ങൾ ഉത്സാഹിച്ച് പൊടിച്ചിട്ട് ഇനി ഉടനെ പണിയെടുത്തില്ല. കിണറ്റിൽ കളർ വെള്ളം, കിണറ്റിൽ കളർ വെള്ളം സാറേ. ഒരു പരിഹാരം നിങ്ങൾ എങ്ങനെ ഉടനെ കാണണം. ഓക്കെ, കാസർഗോഡ് നിന്ന് ഇട്ടി മുഹമ്മദ് ഉടനെ ചെയ്യണം. താങ്ക് യു.